ഹലോ നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ലിച്ചാറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ 8th ഇംഗ്ലീഷിൻ്റെ പുതിയ സിലബസ് ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നുള്ള റസ്കിൻ ബോണ്ടിൻ്റെ ചാപ്റ്ററാണ് നമ്മൾ ലൈൻ ബൈ ലൈനായിട്ട് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്? നമ്മൾ ടൈറ്റിൽ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിലെ പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തൊരു ഗ്രാനീനെ കാണുന്നുണ്ട്. ഗ്രാനി എന്ന് പറയുന്നത് ഗ്രാൻഡ് മദർ, മുത്തശ്ശി എന്നൊക്കെ പറയില്ല നമ്മൾ. അതാണ് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി, ഗ്രാനിയോടൊപ്പമുള്ള ഒരു നീണ്ട നടത്തം അല്ലെങ്കിൽ നീണ്ട യാത്ര എന്നുള്ള ഒരു മീനിങ്ങിലാണെങ്കിൽ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള മീനിങ് നോക്കാം. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റൻറ്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് എ ഗ്രാൻഡ് സൺ മണി. അപ്പം ഗ്രാനിക്ക്, നമ്മുടെ മുത്തശ്ശിക്ക്, അവർക്ക് ദൂരത്തു നിന്നുള്ള ശബ്ദങ്ങൾ, നമ്മുടെ റിവറിൻ്റെ ശബ്ദം, അതേപോലെ തന്നെ പൈൻ നീഡിൽസിൻ്റെയൊക്കെ സ്മെല്ലുകൾ, അതേപോലെ തന്നെ അവരുടെ പേരക്കുട്ടിയായിട്ടുള്ള മണിയുടെ, പേരോർത്ത് വയ്ക്കണേ, പേരക്കുട്ടിയായിട്ടുള്ള മണിയുടെ ആ ഒരു പ്രസൻസ്, കാര്യങ്ങൾ എല്ലാം ഗ്രാനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഷി കുഡന്റ് സീ ദ റിവർ ഓർ ദ ട്രീസ്. പക്ഷേ അതേസമയം ഇതൊക്കെ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആ ഒരു മരങ്ങളെയോ പുഴയിനൊന്നും കാണാനായിട്ട് ആളെ കൊണ്ട് പറ്റില്ല. അതിൻ്റെ അർത്ഥം എന്താ? അത് അവർക്ക് കാഴ്ചയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. She could only make out Mani's fussy hair and sometimes his blackberry eyes and the gleam of his teeth when he smiled. അപ്പം ഇവർക്ക് അവൻ്റെ മുടി നേരെയാക്കി കൊടുക്കാനും അതേപോലെ തന്നെ ചിലപ്പോഴൊക്കെ അവൻ്റെ ഒരു ബ്ലാക്ക്ബെറി പോലെയുള്ള അവൻ്റെ കണ്ണുകളൊക്കെ അവർക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതേപോലെ തന്നെ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത്, ഗ്ലീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിളക്കം, ഷൈൻ ചെയ്യാന്ന് പറയില്ലേ. അപ്പോൾ ചിരിക്കുന്ന സമയത്ത് അവൻ്റെ പല്ലൊക്കെ തിളങ്ങും. ആ ഒരു തിളക്കമൊക്കെ കാണാനായിട്ട്, അല്ലെങ്കിൽ അതൊക്കെ ചെറുതായിട്ട് മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അല്ലാണ്ട് കറക്റ്റായിട്ടൊരു ക്ലിയർ ആയ ഒരു കാഴ്ചയൊന്നും ഗ്രാനിക്കില്ല. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ധരിച്ചിട്ടുള്ളത് ഒരു എന്താ പറയുക, വളരെ പഴയ ഒരു ഗ്ലാസ്സാണ്, ഒരു കണ്ണടയാണ് വെച്ചിരിക്കുന്നത്. ഷി ഹാഡ് ബീൻ വെയറിങ് ദം ഫോർ വെൽ ഓവർ 10 years. ഒരു 10 വർഷത്തോളമായിട്ട് അവർ ആ ഒരു കണ്ണട തന്നെ വെച്ചിരിക്കണം. നമുക്കറിയാം, അത്രയും വർഷമൊന്നും നമ്മൾ ഒരേ കണ്ണട നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പാടില്ല അല്ലേ. ഹെർ ഐസ് ഹാഡ് ഗ്രോൺ സ്റ്റഡിലി വീക്കർ ആൻഡ് ദ ഗ്ലാസസ് വെർ നൗ സ്ക്രാച്ച്ഡ് ആൻഡ് സ്പോട്ടഡ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ യൂസ് ചെയ്ത് കണ്ണ് പിന്നെ നമുക്കറിയാം കണ്ണടയുടെയൊക്കെ പവർ ചേഞ്ച് ആയിട്ടില്ല. നമ്മുടെ കണ്ണിൻ്റെയൊക്കെ പവർ നമുക്ക് ഓരോ സമയത്തും നമ്മൾക്ക് അതിനനുസരിച്ചിട്ട് വേണം നമ്മളെപ്പോഴും കണ്ണടകൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ. അപ്പോൾ അത് കുറേ കാലം ഒരേ കണ്ണട യൂസ് ചെയ്യുക അങ്ങനെയല്ല. നമ്മുടെക്ക് വീണ്ടും അത് പവർ ചെക്ക് ചെയ്തിട്ട് അവർ ഡോക്ടർ പറഞ്ഞനുസരിച്ചിട്ട് കാലക്രമേണ നമ്മളത് മാറ്റണം. പുതിയ പവർ നമ്മൾ യൂസ് ചെയ്തിട്ട് വെച്ചാലാണ് ഒരു കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ഉപരി ദോഷം ചെയ്യുന്ന നമുക്കറിയാം. അപ്പോൾ ആളീ പറഞ്ഞ പോലെ അതിൽ കുറേ സ്ക്രാച്ചും സ്പോട്ടുകളും ഒക്കെ വീണിട്ടുണ്ട്. അതാണ് അവർ യൂസ് ചെയ്യുന്നത്. സോ ദ വാസ് വെരി ലിറ്റിൽ ഷീ കുഡ് സീ ത്രൂ ദം. അതുകൊണ്ട് അതിൽ കൂടെ അവർക്ക് കാര്യമായിട്ടൊന്നും കാണുന്നില്ല. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. അപ്പോൾ മണിയുടെ അച്ഛനും പറയുന്നുണ്ട്, അതായത് ഇവർക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാനും കണ്ണട വെക്കാനൊക്കെ ഉള്ള സമയം അതിക്രമിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴോ ചെയ്യേണ്ടതായിരുന്നു, ഇപ്പോഴെങ്കിലും ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. വെൽ വി കാൻ ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയണത്, നിങ്ങൾക്ക് അറിയണതല്ലേ, നമ്മുടെ ഗ്രാമത്തിൽ വില്ലേജിലൊന്നും ഈ കണ്ണടയും കണ്ണടക്കടയും കണ്ണ് ഡോക്ടറൊന്നും ഇല്ല എന്ന് എനിക്ക് അറിയണതല്ലേ. മണി സെഡ് യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മസൂരി. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. ഇവിടെ ഏറ്റവും അടുത്തുള്ള ടൗൺ എന്ന് പറയുന്നത് മസൂരിയാണ്. അപ്പോൾ മസൂരിയിൽ പോയാലാണ് നമുക്ക് കണ്ണാശുപത്രി കിട്ടുള്ളൂ. അത് മണി പറയാണ്. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയും, പക്ഷേ അത് 2 ദിവസത്തെ യാത്രയുണ്ട്. 2 ദിവസം യാത്ര ചെയ്താലാണ് നമ്മൾ മസൂറിയിലോട്ട് എത്തുള്ളൂ. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. അപ്പോൾ ഗ്രാനി കൂടുതൽ ഇങ്ങനെ എക്സ്ക്യൂസ്, മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷി ഡിഡ് നോട്ട് വോണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. സംഭവം എന്താ, ഇവർക്ക് അവരുടെ പേരക്കുട്ടിയായിട്ടുള്ള മണിയുടെ അടുത്ത് നിന്ന് വിട്ടു നിൽക്കാൻ തീരെ താല്പര്യമില്ല. അവർക്ക് എപ്പോഴും പാർട്ടഡ് എന്ന് പറഞ്ഞാൽ വിട്ടു നിൽക്കുക എന്ന് പറയില്ല, അകന്ന് നിൽക്കുക എന്ന് പറയില്ല. അപ്പോൾ എപ്പോഴും അവൻ്റെ കൂടെ നിൽക്കാനാണ് ഇഷ്ടം. ഹി വാസ് 11 ആൻഡ് ക്വൈറ്റ് കാപ്പബിൾ ഫോർ ലുക്കിംഗ് ആഫ്റ്റർ ഹിംസെൽഫ്. അപ്പോൾ അവന് 11 വയസ്സായിട്ടുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിരുന്നു. അവനെ ഇപ്പോൾ ഇവിടെ ആക്കി പോയാലും പ്രശ്നമൊന്നുമില്ല. ബട്ട് ഗ്രാനി ഹാഡ് brought him up ever since his mother had died when he was only a year old. അപ്പോൾ ഇവൻ കുഞ്ഞായിരുന്ന സമയത്ത് ഇവൻ്റെ അമ്മ മരിച്ചപ്പോൾ തൊട്ട് ഈ സ്ത്രീയാണ്, ഈ ഗ്രാനിയാണ് ഇവനെ വളർത്തി വലുതാക്കിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ മാറ്റി നിർത്തിയിട്ട് വേറെ പോവുക എന്ന് പറയുന്നത് അവരെ കൊണ്ട് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഷി വാസ് എസ് നാനി. നാനി മീൻസ് മെറ്റേണൽ ഗ്രാൻഡ് മദർ. അതായത് അമ്മയുടെ അമ്മേനാണ് നാനി എന്ന് പറയും, അമ്മമ്മ എന്ന് പറയും. And had cared for boy and father and the cows and hens in the household with great energy and devotion. അപ്പോൾ ഈ എന്താ പറയുക, പേരക്കുട്ടീനെയും അതേപോലെ ഈ മരുമകനെയും അവരുടെ വീട്ടിലുള്ള കോഴികളെയും ജീവജാലങ്ങളെയും ഒക്കെ നോക്കിയിട്ട് വളരെ എനർജറ്റിക് ആയിട്ട് അത്രയും എന്താ പറയുക, അതിന് ഡിവോട്ടഡ് ആയിട്ട് അവരെയൊക്കെ പരിപാലിച്ച് സ്നേഹിച്ചു വന്നിട്ടുള്ള ഇത്രയും കാലം കൊണ്ടുവന്നിട്ടുള്ളതൊക്കെ ആരാണെന്നാ പറയണത്, ഈ ഒരു നാനിയാണ്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ ഷീ സെഡ്. അപ്പോൾ അവർ പറയാൻ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. Now listen, said Mani's father sternly.
അപ്പോൾ മണിയുടെ അച്ഛൻ കയറിയിട്ട് പറയണം, ഞാൻ പറയണ കേൾക്ക് എന്ന് പറഞ്ഞിട്ട് പറയണം. സ്റ്റേൺലി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് പറയാമെന്ന് പറയില്ലേ, അതുപോലെ ഉറച്ച് പറയുകയാണ്. വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. നിങ്ങളെ ഞാൻ എന്തായാലും ഒറ്റയ്ക്കല്ല വിടാൻ പോകുന്നത്. ഐ വിൽ ടേക്ക് യു ടു മസൂറി. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. അതായത് മരുമകൻ, അതായത് മണിയുടെ അച്ഛൻ പറയാണ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോയിക്കോളാം. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. ഹൗ കുഡ് യു ഈവൻ തിങ്ക് ഓഫ് ഡൂയിങ് ദാറ്റ്? അപ്പോൾ നമ്മുടെ ഗ്രാനി ചോദിക്കുകയാണ്, അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ മണീനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകാനാണോ? നിനക്ക് എങ്ങനെ അതൊക്കെ ചിന്തിക്കാൻ പറ്റണമെന്ന് ചോദിക്കുകയാണ്. ദെൻ ഐ വിൽ ടേക്ക് യു ടു മസൂറി സെറ്റ് മണി ഈഗോലി. അപ്പം മണി പറയാണ്, ശരി എന്നാൽ ഞാൻ മുത്തശ്ശീനെ കൊണ്ടുപോകാം, മസൂറിയിലോട്ട് കൊണ്ടുപോകാം. ഐ ഹാവ് ബീൻ ടു മസൂറി ബിഫോർ വിത്ത് മൈ സ്കൂൾ ഫ്രണ്ട്സ്. ഞാൻ മുന്നേ മസൂറിയിൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് വഴിയൊക്കെ അറിയാം. ഐ നോ വെ വി ക്യാൻ സ്റ്റേ, എവിടെയാണ് താമസിക്കാൻ പറ്റുക എന്നൊക്കെ എനിക്കറിയാം. ബട്ട് പക്ഷേ എന്നുകൊണ്ടൊക്കെ നിർത്തുകയാണ്. ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. എന്നിട്ട് ഇങ്ങനെ അവൻ അച്ഛനെയും മുത്തശ്ശീനും ഒന്നിങ്ങനെ മാറി നോക്കുകയാണ്. യു വുഡൻ ബി ഏബിൾ ടു വാക്ക് ഓൾ ദ വേ ഓഫ് നെയിൻ വുഡ് യു ഗ്രാനി? അപ്പോൾ നിങ്ങൾക്ക് നെയിൻ വരെയൊക്കെ എന്താ പറയുക, ഇത്രയും ദൂരം നടക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? അതായത് ബസ് കിട്ടുന്ന സ്ഥലം വരെയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമോ മുത്തശ്ശി എന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക് സെറ്റ് ഗ്രാനി. ഗ്രാനി പറഞ്ഞു, തീർച്ചയായിട്ടും എനിക്ക് നടക്കാനൊക്കെ പറ്റും. ഐ മേ ബി ഗെറ്റിംഗ് ബ്ലൈൻഡ് ബട്ട് ദർ ഇസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. ഞാൻ ചിലപ്പോൾ അന്ധയായിക്കൊണ്ടിരിക്കുകയായിരിക്കും, അതെനിക്ക് കണ്ണിന് പ്രശ്നമൊക്കെ ഉണ്ട്, പക്ഷേ എൻ്റെ കാലിന് യാതൊരു പ്രശ്നമില്ല. ബട്ട് യു ആർ 70 ഗ്രാനി. അപ്പോൾ അവൻ പറയാണ്, അയ്യോ മുത്തശ്ശി നിങ്ങൾക്ക് 70 വയസ്സായി, നിങ്ങളത് ആലോചിക്കുക. വാട്ട് ഹാസ് ദാറ്റ് ഗോ ടു ഡു വിത്ത് ഇറ്റ്? ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ ആൻഡ് അപ്ഹിൽ കമ്മിങ് ബാക്ക്. അപ്ഹിൽ ഇസ് ഈസിയർ സെറ്റ് ഗ്രാനി. പറയും, അതിനിപ്പോൾ എന്താ 70 വയസ്സായപ്പോൾ നമ്മൾ ഏജ് നമ്പർ എന്ന് പറയില്ല, അതുപോലെ എന്താ ഇപ്പോൾ 70 വയസ്സായപ്പോൾ എന്താ പ്രശ്നം? അവിടേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് കയറ്റവും ഇറക്കവും ഒക്കെ ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ഡൗൺ ഹില്ലാണ്, ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തിരിച്ച് വരുമ്പോൾ കുറച്ച് കയറ്റാണ്. അപ്പിൽ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ്, കയറ്റം കയറാന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പമാണ്. എനിക്കതൊരു വിഷയമല്ല എന്നാണ് ഗ്രാനി പറയണം. നൗ ദാറ്റ് ഷീ ന്യൂ മണി മൈറ്റ് ബി അക്കമ്പനിയിങ് ഹർ, ഷി വാസ് മോർ ദാൻ റെഡി ടു മേക്ക് ദ ജേണി. അപ്പോൾ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി, അതായത് എൻ്റെ കൂടെ വരാൻ പോകുന്നത് എൻ്റെ കൊച്ചുമോനാണ്, അപ്പോൾ അവർക്ക് ഒന്നും കൂടെ അടിപൊളിയായിട്ട് പോയി പോരാം എന്നൊരു എൻജോയ് ചെയ്ത് പോകാമെന്നൊരു ഐഡിയയിലേക്ക് അവരെത്തുകയാണ്. While we are in Mussoorie, we will get some seeds and bulbs and a new bell for the white cow. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ അങ്ങനെ മുത്തശ്ശി ഇങ്ങനെ പ്ലാൻ ചെയ്യാതെ നമുക്ക് കുറച്ച് സീഡുകൾ, വിത്തുകൾ വാങ്ങിക്കണം, കുറച്ച് ബൾബുകൾ വാങ്ങിക്കണം, അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക വെളുത്ത പശുവിന് വേണ്ടിയിട്ടുള്ളൊരു ബെല്ല് വാങ്ങിക്കണം. ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ, നമ്മുടെ ഫാദറിൻ്റെ നിൻ്റെ അച്ഛന് വേണ്ടിയിട്ട് ഒരു പുള്ളോവർ വാങ്ങിക്കണം. ആൻഡ് ഷൂസ് ഫോർ യു, അതേപോലെ നിനക്ക് ഷൂസും വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്യണം. നൗ ജസ്റ്റ് എ മിനിറ്റ് സെഡ് മണീസ് ഫാദർ. അപ്പോൾ മണിയുടെ അച്ഛൻ വീണ്ടും ഇടയിൽ കയറി പറഞ്ഞു, ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ കണ്ണ് ചെക്ക് ചെയ്യാനാണോ പോണേ അതോ ഷോപ്പിംഗ് ട്രിപ്പിനാണോ പോണേന്ന് ചോദിക്കുകയാണ്. ഐ ഹാവ് ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ. ഞാൻ ആകെ ഒരു 100 രൂപയാണ് നിങ്ങൾക്ക് ചിലവിന് തരാൻ വേണ്ടിയിട്ട് തരാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, എൻ്റെ കയ്യിൽ അതേ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ദെൻ. ആ പൈസ വെച്ചിട്ട് നിങ്ങൾ ചിലവ് ഒക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. വി വിൽ മാനേജ് സെറ്റ് മണി. അപ്പം മണി പറയണ, ഞങ്ങൾ അത് വെച്ചിട്ട് ചിലവൊക്കെ ശരിയാക്കിക്കോളാം. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ. നമ്മൾ ബസ്സിൻ്റെ ഷെൽട്ടറിൽ ഉറങ്ങിക്കോളാം എന്ന് പറയണം. അപ്പം ഗ്രാനി പറയുന്നു, നോ വി വോണ്ട് സെറ്റ് ഗ്രാനി, ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ, വി വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ. ഗ്രാനി പറയാണ്, അല്ല ബസ്സിൻ്റെ അവിടെ ഒന്നും കിടക്കേണ്ടിയൊന്നും വരില്ല, എൻ്റെ കയ്യിൽ 50 രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാമെന്നാണ് പറയണം. Early next morning in the light drizzle, Granny and Money set out on the path to Nain. അപ്പോൾ നമുക്ക് ബസ് കിട്ടുന്ന നൈനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പിറ്റേ ദിവസം പുലർച്ചെ ചെറിയൊരു എന്താ പറയുക ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് അവരെന്ത് ചെയ്യാണ്, യാത്ര പുറപ്പെടുകയാണ്. മണി ക്യാരിഡ് എ സ്മോൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡേഴ്സ്. അപ്പോൾ മണി അവൻ്റെ ഷോൾഡറിലെ ബെഡിങ് റോള് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്ത് ഷോപ്പിംഗ് ബാഗ്. ഗ്രാനിയുടെ കയ്യിൽ ഒരു ക്ലോത്ത് യൂസ് ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് ബാഗ് കയ്യിലുണ്ട്. ആൻഡ് എൻ അംബ്രല്ല, ഒരു കുടയുണ്ട്. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്. മണി പറയണം, മുത്തശ്ശിക്ക് എപ്പോഴെങ്കിലും ക്ഷീണം തോന്നുകയാണെങ്കിൽ പറയണം, നമുക്ക് അപ്പോൾ റെസ്റ്റ് എടുക്കാം. വി ഹാവ് ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട് സെറ്റ് ഗ്രാനി, വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി. നമ്മളിപ്പോൾ യാത്ര തുടങ്ങിയല്ലേ ഉള്ളൂ, നമുക്ക് റെസ്റ്റ് എടുക്കാം, നിനക്ക് എപ്പോഴാണ് വിശക്കണേ അപ്പം നമുക്ക് റെസ്റ്റ് എടുക്കാമെന്ന് ഗ്രാനി പറയുകയാണ്. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പേസ് വിതൗട്ട് ടോക്കിംഗ് ടു മച്ച്. അപ്പോൾ അവർ ഒരു എന്താ പറയുക അത്യാവശ്യം ഒരേ സ്പീഡിൽ തന്നെ ഇങ്ങനെ നടക്കണം, ഒരുപാട് സംസാരിക്കാതെ അവിടെ ഇവിടെ തട്ടി നിൽക്കാതെ നേരെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. എ ഫ്ലോക്ക് ഓഫ് പാരറ്റ്സ് വേൾഡ് ഓവർ ഹെഡ്. ഒരു എന്താ പറയുക ഒരു കൂട്ടം പാരറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ തലയ്ക്ക് ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ അഗൈൻസ്റ്റ് സോംബർ സ്കൈ. അപ്പോൾ അവരുടെ ആ ഒരു കളർ എന്ന് പറയുന്നത് ഇങ്ങനെ ആ ഒരു സ്കൈയിലെ സോംബർ സ്കൈ എന്ന് ഉദ്ദേശിക്കുന്നത് ഡാർക്കായിട്ട് ഡള്ളായിട്ട് നിൽക്കുന്ന ഒരു സ്കൈ ആണ് കേട്ടോ.
നമ്മൾ ചാറ്റൽ മഴ ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പോൾ മഴക്കാറൊക്കെ മൂടി നിൽക്കുകയാണ്. There were no other sounds except for the hiss and gentle patter of the rain. വേറെ ശബ്ദങ്ങളൊന്നുമില്ല, ആ ഒരു മഴയുടെ ഒരു എരമ്പക്കവും കാര്യങ്ങളൊക്കെ തന്നെ കേൾക്കുന്നുള്ളൂ. Mani stopped to pick wild blackberries from a bush. Granny wasn't fond of berries and did not slacken her pace. അപ്പോൾ മണി അവിടെ കുറച്ച് ബ്ലാക്ക്ബെറീസ് കണ്ടപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ പറിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ നിന്നു. പക്ഷേ ഗ്രാനിക്ക് ബ്ലാക്ക്ബെറീസിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവരുടെ യാത്രയ്ക്ക് അല്ലെങ്കിൽ അവർ നടക്കുന്നതിനൊന്നും അവർ കാര്യമായിട്ട് സ്ലോ ആക്കുകയൊന്നും ചെയ്തില്ല. അതായത് അവർ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. അതായത് സ്ലാക്ക് എന്ന് വെച്ചാൽ നമ്മൾ സ്ലോ ആക്കുക എന്നുള്ള മീനിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അവർ നടത്തം ഒട്ടും കുറക്കാതെ അവരുടെ ആ ഒരു രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹർ. അപ്പോൾ ഇവന് ആ കൂടെ എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഓടേണ്ടി വന്നു. അപ്പോൾ ഇവനെ ബ്ലാക്ക്ബെറീസ് പറിക്കാൻ നിന്ന് നേരം കൊണ്ട് മുത്തശ്ശി അതേ സ്പീഡിൽ നടന്നു പോയി. പക്ഷേ ഇവന് വീണ്ടും പുറകെ എത്തണമെങ്കിൽ ഇവന് ഓടേണ്ടി വന്നു. സൂൺ ഹിസ് ലിപ്സ് വർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഫ്രം ദി ബെറീസ്. ഇപ്പോൾ ഇവർക്ക് ഇവൻ്റെ ചുണ്ടൊക്കെ അങ്ങനെ പർപ്പിൾ കളറായിട്ടുണ്ട് ആ ബെറീസ് കഴിച്ചിട്ട്. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. മഴ നിന്നു, എന്നിട്ട് സൂര്യനൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ദ ഫീൽഡ് സ്റ്റുഡ് ഔട്ട് അഗൈൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ദ ഹിൽസ് വർ ബാത്ത് ഇൻ ഗോൾഡൻ സൺഷൈൻ. മണി റാൻ ഹെഡ്. അപ്പോൾ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. ലൈറ്റ് ഗ്രീൻ കളറിലുള്ള ഫീൽഡ്സ് കാണുന്നുണ്ട്, അതേപോലെ തന്നെ ഡാർക്ക് ഗ്രീൻ കളറിലുള്ള ഫോറസ്റ്റുകൾ കാണുന്നുണ്ട്, ഹില്ലുകൾ. അപ്പോഴേക്കൊക്കെ വെയിൽ വന്നിട്ട് ആ ഒരു സൺഷൈൻ കാരണം ഹില്ലൊക്കെ ഇങ്ങനെ ആ ഒരു സൂര്യപ്രകാശത്തിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുന്നത് പോലെ തോന്നുകയാണ്. ക്യാൻ യു സീ ഓൾ റൈറ്റ് ഗ്രാനി, ഹി കോൾഡ്. അപ്പോൾ ചോദിക്കുകയാണ്, ഗ്രാനി നിങ്ങൾക്ക് എന്താ പറയുക കാണുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. ദാറ്റ്സ് എനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് വഴിയും കാണുന്നുണ്ട്, നിൻ്റെ വൈറ്റ് ഷർട്ടും കാണുന്നുണ്ട്. അപ്പോൾ തൽക്കാലം അപ്പോൾ അതൊക്കെ കണ്ടാൽ മതി. ഗ്രാനി ആൻഡ് മണി എയ്റ്റ് ദെയർ ലൈറ്റ് മീൽ ഓൺ ദ റോഡ് സൈഡ്. ഒരു റോഡ് സൈഡിൽ ഇരുന്നിട്ട് അവരുടെ ചെറിയ ലഘുഭക്ഷണം പോലത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇൻ ദ ഷെയ്ഡ് ഓഫ് എ വിസ്പറിംഗ് പൈൻ ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. ബൈ ലേറ്റ് ആഫ്റ്റർനൂൺ ദേ വർ ഡയറക്ട്ലി അബവ് നെയിൻ. അങ്ങനെ അവരവിടെ നിന്ന് ആ ഒരു പൈൻ്റെ ചൂടിലിരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവരവിടെ നിന്ന് എന്ത് ചെയ്യാണ്, കുറച്ച് വീണ്ടും യാത്ര ചെയ്തുകൊണ്ടിരിക്കണം. വൈകുന്നേരം അവരുടെ ഉച്ച സമയം കഴിഞ്ഞപ്പോഴേക്കും അവരെന്ത് ചെയ്യാണ്, 9 എത്തുകയാണ്. വി ആർ ഓൾമോസ്റ്റ് ദർ സെഡ് മണി. നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്. അപ്പോൾ അവരുടെ അങ്കിളിൻ്റെ വീടുണ്ട് അവിടെ, അവൻ്റെ അങ്കിളിൻ്റെ വീടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ടെമ്പിൾ എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് എന്ന് അവൻ പറയുകയാണ്. ഐ കാൻ സീ എ തിങ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു, അതൊന്നും എനിക്ക് കാണുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്. കാരണം ഇവിടെ മൂടൽമഞ്ഞുണ്ട്, അതുകൊണ്ടാണ് മുത്തശ്ശിക്ക് അത് കാണാത്തത് കേട്ടോ. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി. അപ്പോൾ താഴ്വരയിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല തിക്കായിട്ട് കട്ടിയായിട്ട് ഈ മൂടൽമഞ്ഞ് നിൽക്കുന്നുണ്ട്. ഇറ്റ് ബിഗാൻ റെയിനിങ് ഹെവിലി ആസ് ദേ എൻറ്റേർഡ് ദ സ്മോൾ മാർക്കറ്റ് ടൗൺ ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ റിവർ. അടുത്ത ഒരു ചെറിയ മാർക്കറ്റ് ടൗണിലോട്ട് എത്തിയപ്പോഴേക്കും മഴ നന്നായി പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല്ല വാസ് ലീക്കിംഗ് ബാഡ്ലി. പക്ഷെ അവർ കുടയൊക്കെ നിവർത്തി, പക്ഷെ അവരുടെ അംബ്രല്ല ഫുള്ള് ഓട്ട വീണിട്ടുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം വന്ന് ലീക്കാവുന്നുണ്ട്. But they were soon drying themselves in uncle's house and drinking glasses of hot sweet milky tea. അങ്ങനെ ഇവർ അവരുടെ അവൻ്റെ അങ്കിളിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട്. അവിടെ പോയിട്ട് അവർ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഒരു ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ട്. മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. പിറ്റേ ദിവസം പുലർച്ചെ തന്നെ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് കുളിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ റിവറിലോട്ട് പോകുന്നുണ്ട്. ആസ് മണി ഡ്രസ്ഡ് ഹി ഹേർഡ് ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ. അങ്ങനെ ഇവൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് പുറപ്പെട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പോഴാണ് ഇവൻ എന്ത് കേൾക്കുന്നത്, ആ ഒരു ബസ്സിൻ്റെ സൗണ്ട് കേൾക്കുകയാണ്. ലൗഡ് സൗണ്ടിനാണ് നമ്മൾ ബ്ലെയർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബസ്സിൻ്റെ ഹോണ് കേൾക്കുകയാണ്. ദർ വാസ് ഓൺലി വൺ ബസ് ടു മസൂറിയിലോട്ട് ആകെ ഒരൊറ്റ ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് ദ സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്. അപ്പോൾ ഇതെങ്ങാനും ബസ് മിസ്സാവുമോ എന്ന് വിചാരിച്ചിട്ട് സ്കാമ്പേർഡ് അപ്പ് എന്നുള്ളത് ഉദ്ദേശിച്ചത് വേഗത്തിൽ നടക്കുക എന്നാണ് കേട്ടോ, സ്പീഡായിട്ട് നടക്കുക. വേഗം നടക്കുന്നുണ്ട്. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്. പക്ഷേ ഗ്രാനി അപ്പോഴും ബസ് സ്റ്റോപ്പിൽ ഓൾറെഡി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഷീ ഹാഡ് ഓൾറെഡി ബോട്ട് ദ ടിക്കറ്റ്സ്. അവർ ഓൾറെഡി ഇവനുള്ള ടിക്കറ്റും എടുത്തിട്ടുണ്ട്, രണ്ടുപേർക്കുള്ള ടിക്കറ്റും എടുത്തിട്ടുണ്ട്. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി. അപ്പോൾ ബസ് എന്ന് പറയുന്നത് വളരെ പഴയതാണ് കേട്ടോ. അതായത് റിക്കറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളകി വീഴാറായെന്ന് പറയില്ല, അങ്ങനെ വളരെ പഴയതാണ്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബെയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. റാറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാതടപ്പിക്കുന്ന പോലത്തെ ശബ്ദം എന്ന് പറയില്ല. ഈ പഴയ വണ്ടിയിലൊക്കെ കയറി കട ശബ്ദം കേൾക്കില്ലേ, അതാ ഉദ്ദേശിക്കണം. ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾ സംസാരിക്കുന്നത് പോലും പരസ്പരം സംസാരിക്കുന്നത് പോലും കേൾക്കാൻ പറ്റാത്ത അത്രയും ഒച്ചത്തിൽ ബസ്സിന് സൗണ്ട് കേൾക്കുന്നുണ്ട്. ദ ഡ്രൈവർ ഡ്രോ അറ്റ് സം സ്പീഡ് ആൻഡ് വെൻ എവർ ഹി വെൻ റൗണ്ട് എ ബെൻ എവരി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്. ഇവർ ഡ്രൈവർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത സ്പീഡിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
വളവൊക്കെ തിരിക്കുമ്പോൾ ആ തിരിക്കണതനുസരിച്ചിട്ട് ആളുകളും എന്ത് ചെയ്യുന്നുണ്ട്, സൈഡിലോട്ട് തെറിച്ച് പോകുന്നുണ്ട്. ഇൻ സ്പൈറ്റ് ഓഫ് ഓൾ ദ നോയ്സ് ആൻഡ് കൺഫ്യൂഷൻ ഗ്രാനി ഫെൽ അസ്ലീപ്. ഇത്രയൊക്കെ ഒച്ചയും ബഹളം വണ്ടിക്കകത്തുണ്ടെങ്കിലും ഗ്രാനി സുഖമായിട്ട് ഉറങ്ങുകയാണ്. ഹെർ ഹെഡ് റെസ്റ്റിംഗ് അഗൈൻസ്റ്റ് മണീസ് ഷോൾഡർ. മണിയുടെ ഷോൾഡറിൽ തലയും വെച്ചിട്ട് ഗ്രാനി നല്ല ഉറക്കാണ്. സഡൻലി ദ ബസ് കെയിം ടു ദി ഗ്രൈൻഡിങ് ഹോൾട്ട്. പെട്ടെന്ന് ബസ് അവിടെ നമ്മൾ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്താന്ന് പറയില്ല, അപ്പോൾ അങ്ങനെ നിർത്തുകയാണ്. ഞാൻ ഗ്രൈൻഡിങ് ഹോൾട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പെട്ടെന്ന് നിർത്തുക. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദ സീറ്റ്സ്. നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിലോട്ട് വീഴാൻ പോകില്ല, അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫ്രണ്ടിലോട്ട് വീഴാനായിട്ട് പോവാണ്. വാട്ട്സ് ഹാപ്പനിങ് ഗ്രാനി ആസ്ക്ഡ്. ഹാവ് യു അറൈവ്ഡ്. അപ്പോൾ എന്താ സംഭവിക്കണം എന്ന് ചോദിക്കാൻ, നമ്മൾ എത്തിയിട്ടാണോ ബ്രേക്ക് ഇട്ട് ഇങ്ങനെ നിർത്തിയിരിക്കണം ചോദിച്ചിട്ട് ഗ്രാനി ഉറക്കത്തുനിന്ന് എഴുന്നേൽക്കുകയാണ്. നോ സംതിങ് ഇസ് ബ്ലോക്കിംഗ് ദ റോഡ് സെഡ് മണി. അല്ല, എന്തോ വഴിയിൽ തടസ്സം ഉണ്ടെന്ന് തോന്നുന്നു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സമ്മൺ. അപ്പോൾ ആരോ പറഞ്ഞു, അയ്യോ മണ്ണിടിച്ചിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക ലാൻഡ് സ്ലൈഡാണ്, മൊത്തത്തിലെല്ലാം കൂടെ ഇളകി വരുന്നുണ്ട്. ആൻഡ് ഓൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ്സ് ഔട്ട് ഓഫ് ദി വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. അപ്പോൾ എല്ലാവരും തല പുറത്തേക്കിട്ട് നോക്കണം. മണ്ണിടിച്ചിലാണ്, മണ്ണൊലിപ്പാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പേടിച്ച് തല പുറത്തേക്കിട്ട് നോക്കുകയാണ്. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അത് വലിയൊരു ലാൻഡ് സ്ലൈഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗിവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ. നമുക്കറിയാം മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ എന്താ പറയുക മണ്ണൊലിപ്പെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മരങ്ങളും ചെടികളൊക്കെ കടപുഴകി കല്ലും കട്ടയും പാറയൊക്കെ കൂടെ ഒലിച്ചിറങ്ങി വരുന്നതിനാണ് പറയുന്നത്. കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇറങ്ങി വന്നിട്ട് റോഡ് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ട്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. അത് കഴിഞ്ഞിട്ടില്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. ഡെബ്രി വാസ് സ്റ്റിൽ ഫോളിങ്. ഡെബ്രി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പാറക്കഷ്ണങ്ങളൊക്കെ അങ്ങനെ ഒലിച്ചിറങ്ങി വരുന്നതിനാണ് കേട്ടോ. അപ്പോൾ ഡെബ്രി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്റ്റിൽ ഫോളിങ്, ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. മണി സോ റോക്സ് ഹർഡ്ലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു ദ റിവർ. അപ്പോൾ ആ പാറക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഉരുസി വന്നിട്ട് ആ ഒരു എന്താ പറയുക ഹില്ലിനൊക്കെ തടഞ്ഞ് വന്നിട്ട് താഴെ റിവറിലോട്ട് വീഴുന്നതൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട്. നോട്ട് എ സ്യൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ് ഒബ്സർവ്ഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയും, ഇവിടെ ബസ് നിർത്തിയിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഹു കുഡന്റ് സീ എ തിങ്. Even as they spoke, a shower of stones and small rocks came clattering down on the roof of the bus. അപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത ഗ്രാനി തന്നെ പറയണം, ഇവിടെ ബസ് നിർത്താൻ പറ്റേണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എന്താണ്, നമ്മുടെ ബസ്സിൻ്റെ മുകളിലേക്കായിട്ട് പാറക്കഷ്ണങ്ങൾ വന്ന് വീഴാൻ തുടങ്ങി. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. അപ്പോൾ പാസഞ്ചേഴ്സൊക്കെ പേടിച്ച് കരയാൻ തുടങ്ങി. ദ ഡ്രൈവർ ബിഗാൻ റിവേഴ്സിങ്. അപ്പോൾ ഡ്രൈവർ വേഗം റിവേഴ്സ് എടുക്കുകയാണ്, ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റില്ലല്ലോ. ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. വീണ്ടും പാറക്കഷ്ണങ്ങൾ ഇങ്ങനെ ബസ്സിൻ്റെ മുകളിലോട്ട് വന്ന് വീണുകൊണ്ടിരിക്കുകയാണ്. ഐ നെവർ ഡിഡ് ട്രസ്റ്റ് മോട്ടോർ റോഡ്സ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറഞ്ഞു, ഇങ്ങനെ റോഡുകൾ തന്നെ വാഹനങ്ങൾ യൂസ് ചെയ്ത് പോകുന്ന റോഡിനെ ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല, അതന്നെ ഇപ്പോൾ ഇവിടെ ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് ഗ്രാനി അവിടെ പറയുകയാണ്. ദ ഡ്രൈവർ കെപ്റ്റ് ബാക്കിംഗ് അൺടിൽ ദേ വർ വെൽ എവേ ഫ്രം ദി ലാൻഡ് സ്ലൈഡ്. അപ്പോൾ ഒരു ലാൻഡ് സ്ലൈഡ് നടക്കുന്നിടത്ത് ഒത്തിരി ദൂരെ പോകുന്ന അത്രയും ദൂരത്തേക്ക് അദ്ദേഹം റിവേഴ്സ് എടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദെൻ എവരി വൺ ടംബിൾഡ് ഔട്ട് ഓഫ് ദ ബസ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക മൊത്തത്തിൽ വീഴുക എന്നുള്ളൊരു മീനിങ്ങിലാണ് കേട്ടോ പറയണത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് എന്ത് ചെയ്യാണ്, അവിടെ നിന്ന് ആ ഒരു ബസ്സിൻ്റെ പുറത്തേക്ക് നോക്കുകയാണ്. ദേ കുഡ് ടെൽ ഇറ്റ് വുഡ് ടേക്ക് ഡേയ്സ് ടു ക്ലിയർ ദി റോഡ്. അപ്പോൾ അവർ പുറത്തിറങ്ങി നോക്കി കഴിയുമ്പോൾ അവർക്ക് എന്ത് മനസ്സിലാവുകയാണ്, ഇത് റോഡ് ക്ലിയർ ആവണമെങ്കിൽ കുറേ ദിവസം എടുക്കുമെന്നൊരു ആ ഒരു ടമ്പിളിൽ നിന്നുകൊണ്ട് അവർ പുറത്തിറങ്ങി നോക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ്, അയ്യോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, റോഡ് ഫുള്ള് ബ്ലോക്കായി എന്നവർക്ക് മനസ്സിലാവുകയാണ്. മോസ്റ്റ് ഓഫ് ദ പാസഞ്ചേഴ്സ് ഡിസൈഡ് ടു റിട്ടേൺ ടു നെയിൻ വിത്ത് ദ ബസ്. അപ്പോൾ എല്ലാവരും ഭൂരിഭാഗം ആളുകളും എന്ത് തീരുമാനിക്കുകയാണ്, തിരിച്ച് ബസ് എടുത്ത സ്ഥലത്തേക്ക് നൈനിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് തീരുമാനിക്കുകയാണ്. ബട്ട് എ ഫ്യൂ ബോൾഡ് സ്പിരിറ്റ്സ് എഗ്രി ടു വാക്ക് ഇൻ ടു മസൂറി ടേക്കിംഗ് എ ഷോർട്ട് കട്ട് അപ്പ് ടു ദ മൗണ്ടെയിൻ വിച്ച് വുഡ് ബൈപാസ് ദ ലാൻഡ് സ്ലൈഡ്. വേറെ കുറച്ച് ധൈര്യമുള്ള ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ലാൻഡ് സ്ലൈഡിൻ്റെ അപ്പുറത്ത് കൂടെ പോയിട്ട് ആ ഒരു മൗണ്ടെയിനെ നടന്നിട്ട് മസൂറിയിലോട്ട് പോകാനുള്ളൊരു പ്ലാനിലോട്ട് എത്തുകയാണ്. മണി ലുക്ക്ഡ് അറ്റ് ഗ്രാനി. ഷാൾ വി ഗോ ബാക്ക്. അപ്പോൾ മണി ഗ്രാനീനെ നോക്കിയിട്ട് പറഞ്ഞു, നമുക്കും തിരിച്ചു പോവാം, തിരിച്ച് ബസ് എടുത്ത സ്ഥലത്തേക്ക് തന്നെ നമുക്ക് പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇറ്റ്സ് ഓൺലി 10 miles സെഡ് ഗ്രാനി. വി ഡിഡ് ദാറ്റ് യെസ്റ്റർഡേ. ഇനി ഒരു 10 മൈൽ കൂടെ അല്ലേ ഉള്ളൂ, അത് നമ്മൾ ഇന്നലെ നടന്നല്ലേ, ബസ് കിട്ടണത്തേക്ക് നമ്മൾ അത്ര ദൂരം നടന്നതല്ലേ, അത്രയും കൂടെ അല്ലേ ഇനി നടക്കാനുള്ളൂ, അപ്പം നമുക്ക് നടന്നു പോവാം. സോ ദേ സ്റ്റാർട്ടഡ് ക്ലൈംബിങ് എ നാരോ പാത്ത്. അപ്പോൾ അങ്ങനെ ഇവർ ആ ഒരു ഇടുങ്ങിയ വഴിയിൽ കൂടെ നടക്കാൻ തുടങ്ങുകയാണ്. ആ ഒരു ലാൻഡ് സ്ലൈഡ് ഇല്ലാത്ത ആ ഒരു കുന്നിൻ്റെ ഭാഗത്ത് കൂടെ കയറിയിട്ടാണ് അവർ പോകുന്നത്. ആൻഡ് ബൈ ദ ടൈം ദേ ഗോ ടു ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ ഗ്രാനി ആൻഡ് മണി വർ ഓൺ ദെയർ ഓൺ. അപ്പോൾ അതിനുശേഷം ഇവർ ആ കുന്നൊക്കെ കയറിയിട്ട് അവർ എന്ത് ചെയ്യാണ്, മുകളിലെത്തണം, മൗണ്ടെയിൻ്റെ മുകളിലെത്തുകയാണ്. ദ വില്ലേജ് വാസ് ഹിഡൻ ബൈ ദ റേഞ്ച് ടു ദ നോർത്ത്. അവരുടെ ആ വില്ലേജ് എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക നോർത്തിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഹിഡൻ ആയിട്ട് ഇരിക്കുന്ന പോലത്തെ ഒരു വില്ലേജാണ്. ഫാവിലോ റഷ് ദ റിവർ. താഴേക്കൂടെ എന്ത് പോകുന്നുണ്ട്, റിവർ ഒഴുകി പോകുന്നുണ്ട്. ഫാർ അബവ് സർക്കിളുടെ ഗോൾഡൻ ഈഗിൾ. മുകളിലായിട്ട് ഒരു ഗോൾഡൻ ഈഗിൾ, ഒരു സ്വർണ്ണ നിറത്തിലുള്ള ഒരു പരുന്ത് പറന്ന് നടക്കുന്നുണ്ട്. ഡിഡ് യു ബ്രിങ് എനി ഫുഡ് ഫ്രം അങ്കിൾസ് ഹൗസ് ആസ്ക്ഡ് മണി. മണി ചോദിക്കുക, അങ്കിളിൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും ഫുഡ് എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്.
നാച്ചുറലി സെഡ് ഗ്രാനി. സ്വാഭാവികമായിട്ടും ഞാൻ എടുത്തിട്ടുണ്ടാവുമല്ലോ. ഐ ന്യൂ യു ഹാഡ് സൂൺ ബി ഹംഗ്രി. എനിക്കറിയാം നിനക്ക് പെട്ടെന്ന് വിശക്കും എന്നുള്ളത്. ദർ ആർ പക്കോറാസ് ആൻഡ് ബൺസ് ആൻഡ് പീച്ചസ് ഫ്രം അങ്കിൾസ് ഗാർഡൻ. അപ്പോൾ വീട്ടിൽ നിന്ന് പക്കോറാസ് ഫുഡ് ആണ് കേട്ടോ. പക്കോറാസ്, ബണ്ണ്, അതേപോലെ തന്നെ പീച്ചസ് ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്കിളുടെ വീട്ടിൽ നിന്ന്. ഗുഡ് സെഡ് മണി ഫൊഗറ്റിംഗ് ഹിസ് ടയർഡ്നെസ്. അപ്പോൾ അവന് ഭയങ്കര സന്തോഷമാവാണ്. ആ ക്ഷീണമൊക്കെ മറന്നിട്ട് അവൻ നന്നായി എന്ന് പറയുകയാണ്. വിൽ ഈറ്റ് ആസ് വി ഗോ അലോ. നമുക്ക് നടക്കുന്നതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാം. വിൽ സ്റ്റോപ്പ് വെൻ യു ആർ ടയേർഡ് ഗ്രാനി. ഇപ്പോൾ ഗ്രാനിയോട് പറയണം നിങ്ങൾക്ക് ക്ഷീണം വരുമ്പോൾ നമുക്ക് നിൽക്കാട്ടോ എന്ന് പറയുന്നുണ്ട്. ഓ ഐ ക്യാൻ വാക്ക് ഫോർ എവർ. ഓ അങ്ങനെയാണോ, നമുക്ക് ശരി, നമുക്ക് എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല, നിനക്ക് ചിലപ്പോൾ ഉണ്ടായ കൊള്ളാമെന്നുള്ള രീതിക്കാട്ടോ പറയണം. എനിക്ക് എപ്പോൾ വേണമെങ്കിലും നടന്നുകൊണ്ടേ ഇരിക്കാം, ഞാൻ ചിലപ്പോൾ എല്ലായ്പ്പോഴും വേണമെങ്കിൽ നടന്നുകൊണ്ടേ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്ര എനർജി എനിക്കുണ്ട്. സെറ്റ് ഗ്രാനി ലോഫിങ്. അപ്പം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഗ്രാനി പറയുകയാണ്. ബട്ട് നോട്ട് ഇഫ് ഇറ്റ്സ് റെയിനിങ് ദിസ് അംബ്രല ലീക്സ് ബാഡ്ലി. പക്ഷേ മഴ പെയ്യുകയാണെങ്കിൽ നടക്കാൻ പറ്റിയാട്ടെ, കാരണം ഈ അംബ്രല ഫുള്ള് ലീക്കാണ്. Down again, they went and up the next mountain and over bare wind-swept lands, hillsides and up through a dark, gloomy deodar forest. അപ്പോൾ അവരിങ്ങനെ വീണ്ടും നടന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ അടുത്ത മൗണ്ടെയിനിൽ എത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എന്താണ് ഒരു എന്താ പറയുക ഹിൽ സൈഡുകൾ കാണുന്നുണ്ട്, മലഞ്ചെരുവുകൾ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അവിടെ ഒരു ഡാർക്ക് ഗ്ലൂമി ആയിട്ടുള്ള ഡിയോഡാർ ഫോറസ്റ്റ് എന്നുണ്ട്, ദേവദാരു മരങ്ങൾ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ദേവദാരു മരങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാടൊക്കെ കാണുന്നുണ്ട്. ഗ്ലൂമി ആയിട്ട് കുറച്ചിങ്ങനെ മൂഡ് ഔട്ടായിട്ടൊക്കെ ഇരിക്കുന്ന പോലെ തോന്നുന്ന ഒരു കാടൊക്കെ അവർ കാണുന്നുണ്ട്. ആൻഡ് ദെൻ ജസ്റ്റ് ആസ് ഇറ്റ് വാസ് ഗെറ്റിംഗ് ഡാർക്ക് ദേ സോ ദ ലൈറ്റ്സ് ഓഫ് മസൂറി ട്വിങ്ക്ലിംഗ് അഹെഡ് ഓഫ് ദം. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടെ പോണ സമയത്ത് അവർക്ക് എന്ത് കാണാൻ തുടങ്ങും, മസൂറിയിലേക്ക് എത്തിയവർ അവിടുത്തെ ലൈറ്റ് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആസ് എ കെയിം നിയർ ദ ലൈറ്റ്സ് ഇൻക്രീസ്ഡ്. അടുത്തേക്ക് എത്തുന്തോറും അവിടുത്തെ ലൈറ്റൊക്കെ അങ്ങനെ ഇൻക്രീസ് കൂടി വരികയാണ്. അണ്ടിൽ പ്രസൻ്റ്ലി ദേവർ ഇൻ എ ബ്രൈറ്റ്ലി ലിറ്റ് ബസാർ. അപ്പോൾ അപ്പോഴേക്കും എന്താണ് അങ്ങനെ അവരെവിടെ എത്തുകയാണ്, അവിടെ ഏറ്റവും നല്ല വെളിച്ചത്തിലൊക്കെ ഉള്ള ഒരു ബസാറിലോട്ട് അവർ എത്തുകയാണ്. ജോസൽഡ് ഇൻ ദ ക്രൗഡ് ഗ്രാനി കെപ്റ്റ് വൺ ഹാൻഡ് ഫേംലി ഓൺ മണീസ് ഷോൾഡർ സോ ദാറ്റ് ഷീ ഡിഡ് നോട്ട് ലോസ് ഹിം. അപ്പോൾ ആ ഒരു സമയത്ത് ജോസൽ പറഞ്ഞ് കുലുങ്ങി ആ ഒരു രീതിക്ക് ഇങ്ങനെ അവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ക്രൗഡിൽ ഇങ്ങനെ നമ്മൾ തട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി നടന്ന് അങ്ങനെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് ഗ്രാനി ഇവൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ പിടിക്കുക, കാരണം ഇവൻ വഴിതെറ്റി പോകാൻ പാടില്ലല്ലോ. ദേ ആസ്ക്ഡ് അറൗണ്ട് ഫോർ ദി ചീപ്പസ്റ്റ് ഹോട്ടൽ. അപ്പോൾ അവർ ഏറ്റവും വില കുറഞ്ഞ് താമസിക്കാൻ പറ്റുന്ന ഹോട്ടൽ ഉണ്ടോ എന്ന് കുറേ അന്വേഷിച്ചു. ബട്ട് ദർ വർ നോ ചീപ്പ് ഹോട്ടൽസ്. പക്ഷെ അങ്ങനത്തെ ഹോട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. സോ ദേ സ്പെൻഡ് ദ നൈറ്റ് ഇൻ ദ ധർമ്മശാല അഡ്ജോയിനിങ് ദ ടെമ്പിൾ. ടെമ്പിളിൻ്റെ അമ്പലത്തിൻ്റെ അടുത്ത് ഈ സത്രം പോലെ റെസ്റ്റ് ഹൗസ് പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലത്താണ് അവർ സ്റ്റേ ചെയ്യുന്നത്. ഹോട്ടലിലൊന്നും താമസിക്കാനുള്ള പൈസ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. Next morning at the eye hospital, they joined a long queue of patients. അപ്പോൾ അവിടെ പിറ്റത്തെ ദിവസം രാവിലെ അവർ കണ്ണാശുപത്രിയിൽ എത്തുകയാണ്. അങ്ങനെ അവർ വലിയൊരു ക്യൂ കാണുകയാണ് പേഷ്യൻസിൻ്റെ. പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ എന്താ ഈ പേഷ്യൻറ്റിൻ്റെ രണ്ട് മീനിങ് ഉണ്ട്, നമുക്ക് അറിയുമായിരിക്കും അല്ലേ. പേഷ്യൻ്റ് എന്നാൽ ക്ഷമയോടെ എന്നുള്ള മീനിങ് ഉണ്ട്, പിന്നെ നമ്മൾ എന്താ പറയുക രോഗി എന്നുള്ള മീനിങ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ക്ഷമയോടെ എന്നുള്ള മീനിങ് കേട്ടോ. അപ്പോൾ ക്ഷമയോടെ നിൽക്കുന്ന ഒരു പേഷ്യൻസിൻ്റെ രോഗികളുടെ ക്യൂവിൽ അവരും കയറി നിൽക്കുകയാണ്. ദ ഐ സ്പെഷ്യലിസ്റ്റ് a portly man in the suit and tie dealt with the patients in the and he dealt with the patients in a brisk but kind manner. After an hour's wait, Granny's turn came. അപ്പം ആ ഒരു സമയത്ത് ഈ ആ ഒരു ഐ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. നമ്മൾ പോട്ട്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാറ്റ് ആയിട്ടുള്ള എന്നുള്ള മീനിങ് ആണ്. ബ്രിസ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യണം, അങ്ങനെ അവിടെ എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യാണ്, ഗ്രാനിയുടെ ടേൺ ആയി. ഇപ്പോൾ ഗ്രാനിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ദ ഡോക്ടർ ടുക്ക് വൺ ഹൊറിഫൈഡ് ലുക്ക് അറ്റ് ഗ്രാനീസ് ഗ്ലാസസ് ആൻഡ് ഡ്രോപ്ഡ് ദം ഇൻ എ വേസ്റ്റ് ബാസ്ക്കറ്റ്. അപ്പോൾ വന്ന വഴിക്ക് തന്നെ ഗ്രാനിയുടെ ഗ്ലാസ്സിലോട്ട് കണ്ണടയിലോട്ടാണ് നമ്മുടെ ഡോക്ടർ നോക്കണം. എന്നിട്ട് ഒരുമാതിരി നോട്ടം നോക്കുകയാണ്. എന്നിട്ട് വേഗം അത് എടുത്തിട്ട് വേഗം വേസ്റ്റ് ബാസ്ക്കറ്റിലോട്ട് ഇടാണ് ആൾ. ദെൻ ഹി ഫിഷ് ദം ഔട്ട് ആൻഡ് പ്ലേസ്ഡ് ദം ഓൺ ഹെർ ഡെസ്ക് ആൻഡ് സെറ്റ്. പിന്നെ അത് വീണ്ടും ആ വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു ഫിഷ് ദം ഔട്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും അത് തിരിച്ച വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ട് നമ്മുടെ ഡോക്ടർ പറയാണ്, ഓൺ സെക്കൻഡ് തോട്ട് ഐ തിങ്ക് ഐ വിൽ സെൻഡ് ദം ടു എ മ്യൂസിയം. ഒന്നുകൂടെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നുകയാണ് ഇത് കണ്ണട കൊണ്ടുപോയിട്ട് നമുക്ക് മ്യൂസിയത്തിൽ വെക്കാം. നമ്മൾ കളിയേക്ക് പറയില്ല, പഴയ സാധനങ്ങളെ പറയില്ല, മ്യൂസിയത്തിൽ കൊണ്ടുപോയിക്കാന്ന് പറയില്ലേ, മ്യൂസിയത്തിൽ കൊണ്ടുവയ്ക്കാം. യു ഷുഡ് ഹാവ് ചേഞ്ച് എ ഗ്ലാസസ് ഇയേഴ്സ് അഗോ. എത്രയോ വർഷം മുന്നേ ചേഞ്ച് ചെയ്യേണ്ട കണ്ണടയായിരുന്നു അത്. ദേ ഹാവ് പ്രോബബ്ലി ഡൺ മോർ ഹാം ദാൻ ഗുഡ്. നല്ലതിനേക്കാൾ കൂടുതൽ എത്രയോ ചീത്ത നിങ്ങൾക്ക് കണ്ണിന് അത്രയും ഡാമേജ് വന്നിട്ടുണ്ടാവും ഇത്തരം മോശം കണ്ണട വെച്ചതുകൊണ്ട്. ഹി എക്സാമിൻഡ് ഗ്രാനീസ് ഐസ് ആൻഡ് സെഡ് യുവർ ഐസ് ആർ വെരി വീക്ക് ബട്ട് യു ആർ നോട്ട് ഗോയിങ് ബ്ലൈൻഡ്. അപ്പോൾ ഡോക്ടർ കണ്ണ് ചെക്ക് ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണ് വളരെ വീക്കായിട്ടുണ്ട്, പക്ഷേ ബ്ലൈൻഡ് ആവാനുള്ള അങ്ങനത്തെ പ്രശ്നത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. വി വിൽ ഫിറ്റ് യു അപ്പ് വിത്ത് എ സ്ട്രോങ്ങർ പെയർ ഓഫ് ഗ്ലാസസ്. കുറച്ചും കൂടെ നല്ല
അടിപൊളി ഗ്ലാസ് വെച്ചിട്ട് നമുക്ക് കണ്ണ് ശരിയാക്കാം കേട്ടോ. ദെൻ ഹി പ്ലേസ്ഡ് ഹെർ ഇൻ ഫ്രണ്ട് ഓഫ് എ ബോർഡ് കവേർഡ് വിത്ത് ലെറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി, ലാർജ് ആൻഡ് സ്മോൾ, ആൻഡ് ആസ്ക്ഡ് ഗ്രാനി ഇഫ് ഷീ കുഡ് മേക്ക് ദം ഔട്ട്. എന്നിട്ട് നമുക്കറിയാം, കണ്ണ് ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ, ഞാൻ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ബോർഡിൻ്റെ നോക്കണ ഭാഗത്തിൽ കാണാൻ ഭാഗത്തിൽ നമ്മൾ ഇരുത്തും. അതുപോലെ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ലെറ്റേഴ്സ് എഴുതിയിട്ടുള്ള ഒരു ബോർഡിൻ്റെ ഫ്രണ്ടിൽ അവരെ ഇരുത്തുകയാണ്. ചോദിക്കാൻ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഐ കാൻ ഈവൻ സീ ദ ബോർഡ് സെഡ് ഗ്രാനി. അപ്പോൾ ഗ്രാനി പറയും, എനിക്ക് ആ ബോർഡ് പോലും കാണാനില്ല. വെൽ ക്യാൻ യു സീ മീ ആസ്ക് ദ ഡോക്ടർ. ഡോക്ടർ പറയും, ശരി എന്നെ കാണുന്നുണ്ടോ? സം ഓഫ് യു സെഡ് ഗ്രാനി. അപ്പോൾ പറയാം, നിങ്ങളിൽ കുറച്ച് പേരെന്നൊക്കെ കാണുന്നുണ്ട്. ഐ വോണ്ട് യു ടു സീ ഓൾ ഓഫ് മീ. അപ്പോൾ പറയാം, ശരിയാ, എൻ്റെ എന്താ പറയുക, എന്നെ കുറച്ചൊക്കെ എൻ്റെ കുറച്ച് ഭാഗങ്ങളെ കാണുന്നുള്ളൂ എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ എന്നെ മൊത്തത്തിൽ നിങ്ങൾക്ക് കാണണം, ആ രീതിക്ക് ഞാൻ ആക്കി തരാം കേട്ടോ എന്ന് ഡോക്ടർ പറയണം. സെഡ് ദ ഡോക്ടർ ആൻഡ് ഹി ബാലൻസ്ഡ് എ വയർ ഫ്രെയിം ഓൺ ഗ്രാനീസ് നോസ് ആൻഡ് ബിഗാൻ ട്രൈയിങ് ഔട്ട് ഡിഫറെൻറ്റ് ലെൻസസ്. നമുക്കറിയാം, ഇങ്ങനെ കണ്ണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഒരു കണ്ണട പോലത്തെ സാധനം വെച്ചാൽ അതിൽ ലെൻസുകൾ ഇങ്ങനെ പലതും മാറ്റി ഇടല്ലേ ചെയ്യുക. അപ്പോൾ അങ്ങനെ പല പല ലെൻസുകൾ ഇട്ടിട്ട് ഏത് ലെൻസാണ് കറക്റ്റായിട്ട് ഗ്രാനിക്ക് കാണുന്നത് നോക്കുകയാണ്. സഡൻലി ഗ്രാനി കുഡ് സീ മച്ച് ബെറ്റർ. പെട്ടെന്ന് ഗ്രാനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങുകയാണ്. ഷീ സോ ദ ബോർഡ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ലെറ്റേഴ്സ് ഓൺ ഇറ്റ്. ആദ്യം ബോർഡ് കണ്ടു, പിന്നെ അതിലെ വലിയ അക്ഷരം, നമുക്കറിയാം മുകളിലെ വലിയ അക്ഷരങ്ങൾ, പിന്നെ ചെറുത്, അങ്ങനെ ചെറുതായിട്ട് താഴത്തേക്ക് വരിക ചെയ്യുക അല്ലേ. യു ക്യാൻ സീ മീ നൗ ആസ്ക് ദ ഡോക്ടർ. അപ്പോൾ ഡോക്ടർ ഇപ്പം എന്നെ കാണുന്നുണ്ടാവും അല്ലേ ചോദിക്കുകയാണ്. മോസ്റ്റ് ഓഫ് യു, ഏറെക്കുറെ നിങ്ങളെ കാണുന്നുണ്ട് സെഡ് ഗ്രാനി. ആൻഡ് ദെൻ ആഡഡ് ബൈ വേ ഓഫ് ബീങ് ഹെൽപ്ഫുൾ ദർ ഇസ് ക്വൈറ്റ് എ ലോട്ട് ഓഫ് യു ടു സീ. അപ്പോൾ ലാസ്റ്റ് പറയണം, ഇപ്പോൾ കുറേയൊക്കെ എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. താങ്ക് യു സെഡ് ദ ഡോക്ടർ ആൻഡ് നൗ ടേൺ അറൗണ്ട് ആൻഡ് ടെൽ മീ ഇഫ് യു ക്യാൻ സീ യുവർ ഗ്രാൻഡ് സൺ. അപ്പോൾ നന്ദി പറയുന്നുണ്ട് ഡോക്ടർ. എന്നിട്ട് ഡോക്ടർ പറയാണ്, നിങ്ങൾക്ക് ഇനിയും തിരിഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ കൊച്ചുമോനെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഗ്രാനി ടേൺ ആൻഡ് സോ മണി ക്ലിയർലി ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മെനി ഇയേഴ്സ്. അപ്പോൾ ഗ്രാനി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കൊച്ചുമോനെ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണുന്നത്. ഇത്ര കാലം ആ പൊട്ടിയ കണ്ണടല്ലേ യൂസ് ചെയ്തിരുന്നത്. മണി ഷീ എക്സ്ക്ലൈംഡ്. അവരിങ്ങനെ അത്ഭുതപ്പെട്ട് ആശ്ചര്യപ്പെട്ടിട്ട് മണീനെ വിളിക്കുകയാണ്. ക്ലാപ്പിംഗ് ഹെർ ഹാൻഡ്സ് വിത്ത് ജോയ്. കൈ ഇങ്ങനെ പെട്ടെന്ന് സന്തോഷം കൂടി കൈയടിക്കുകയാണ്. ഹൗ നൈസ് യു ലുക്ക്, വാട്ട് എ ഫൈൻ ബോയ് ഐ ഹാവ് ബോട്ട് അപ്പ്. ഓ എന്ത് ഭംഗിയാണ് എന്നെ കാണാൻ, ഇത്ര നല്ലൊരു കുട്ടീനെയല്ലേ ഞാൻ വളർത്തി ഉണ്ടാക്കിയത്. വാട്ട് യു ഡു നീഡ് എ ഹെയർ കട്ട്. പക്ഷേ നീ മുടി വെട്ടാറായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അമ്മമാരൊക്കെ പറഞ്ഞാൽ നീ മുടി വെട്ടാറായിട്ടുണ്ട് കേട്ടോ എന്ന് പറയണം. ആൻഡ് എ വാഷ്, എന്നിട്ട് നല്ലോണം ഒന്ന് കുളിക്കുകയും വേണം. ആൻഡ് ബട്ടൺസ് ഓൺ യുവർ ഷർട്ട്, ഷർട്ടിൽ നമുക്ക് ബട്ടൺ വെക്കണം. ആൻഡ് എ ന്യൂ പെയർ ഓഫ് ഷൂസ്, നിനക്ക് പുതിയൊരു പെയർ ഷൂ വാങ്ങിക്കണം. കം അലോങ് ടു ദ ബസാർ, നമുക്ക് ബസാറിലോട്ട് പോകാം എന്ന് പറയണം. ആൾ ഫുൾ എന്താ പറയുക, അത്രയും ആക്റ്റീവായിട്ട്, അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ആശ്ചര്യത്തോട് കൂടിയിട്ട് കുട്ടിക്ക് സാധനങ്ങൾ വാങ്ങിക്കാനാണ് അവർ ഫുൾ, അവരുടെ മൈൻഡേ അങ്ങോട്ട് പോയി. ആശുപത്രിയിലാണെന്നുള്ള ചിന്തയൊന്നും ഇല്ല അവർക്ക്. ഫസ്റ്റ് ഹാവ് യു ന്യൂ ഗ്ലാസസ് മെയ്ഡ് സെറ്റ് മണി. മണി പറയാം, നിൽക്ക് ആദ്യം നമുക്ക് കണ്ണട വയ്ക്കാം, വന്നിട്ട് ആലോചിക്കാം. ദെൻ വി വിൽ ഗോ ഷോപ്പിംഗ്, എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. എ ഡേ ലേറ്റർ ദേ വർ ഇൻ എ ബസ് അഗെയിൻ. പിറ്റത്തെ ദിവസം അവർ വീണ്ടും ബസ്സിൽ കയറുകയാണ്. ഗ്രാനി ഹാഡ് എ വിൻഡോ സീറ്റ്. ഗ്രാനി വിൻഡോ സീറ്റിൽ ഇരിക്കുന്നുണ്ട്. ആൻഡ് മണി സാറ്റ് ബിസൈഡ് ഹെർ. മണി അടുത്തിരിക്കുന്നുണ്ട്. ഹി ഹാഡ് ന്യൂ ഷൂസ് ആൻഡ് ഗ്രാനി ഹാഡ് എ ന്യൂ അംബ്രല്ല. ഗ്രാനി പുതിയ അംബ്രല്ല കൊട വാങ്ങിച്ചിട്ടുണ്ട്, അവന് പുതിയ ഷൂ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദേ ഹാഡ് ഓൾസോ ബോട്ട് എ തിക്ക് വൂളൻ ടിബറ്റൻ പുള്ളോവർ ഫോർ മണീസ് ഫാദർ. മണിയുടെ ഫാദറിന് സ്വെറ്റർ പോലത്തെ ഒരു ഡ്രസ്സാണ്, പുള്ളോവർ എന്നുള്ളത് ഉദ്ദേശിക്കണം. അങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് സീഡ്സ് ആൻഡ് ബൾബ്സ് ആൻഡ് എ കൗബെൽ. പശുവിനുള്ള ബെല്ലും ബൾബും വിത്തുകളും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആസ് എ ബസ് മൂഡ് ഓഫ് ഗ്രാനി ലുക്ക്ഡ് ഈഗർലി ഔട്ട് ഓഫ് ദി വിൻഡോ. അപ്പോൾ ബസ് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഗ്രാനി വളരെ എന്താ പറയുക അത്ഭുതത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, അവരിങ്ങനെ എന്താ പറയുക ആശ്ചര്യത്തോട് കൂടിയിട്ട് അവർ പുറത്തേക്ക് ജനലിൽ കൂടെ പുറത്ത് നോക്കുകയാണ്. ഷീ കുഡ് സീ മെനി തിങ്സ് ദാറ്റ് ഷീ ഹാഡൻ സീൻ ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് അവർക്ക് അങ്ങനെ ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ആ ഒരു ഡിസ്റ്റൻറ്റ് വില്ലേജസ്, കുറേ ദൂരെയുള്ള ഗ്രാമങ്ങൾ, പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഫീൽഡ്, പാടത്ത് പണിയെടുക്കുന്ന ആളുകൾ, മിൽക്ക് മെൻ ഓൺ ദ റോഡ്, പാല് കൊണ്ട് നടക്കുന്ന ആൾ, പാൽക്കാരികൾ, റോഡിൽ നടക്കുന്ന പാൽക്കാർ, അങ്ങനെ ഇവരെ ഒന്നും കുറേ കാലമായിട്ട് ഇവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 dogs റഷിങ് അലോങ് ബിസൈഡ് ദ ബസ്. അപ്പോൾ 2 നായ്ക്കൾ ബസ്സിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. മങ്കീസ് ഇൻ ദ ട്രീസ്, മങ്കികൾ ഇരിക്കുന്നുണ്ട് മരത്തിൻ്റെ മുകളിൽ. ആൻഡ് മോസ്റ്റ് വണ്ടർഫുൾ ഓഫ് ഓൾ എ റെയിൻബോ ഇൻ ദ സ്കൈ. അതിനേക്കാളൊക്കെ മനോഹരമായിട്ടൊരു മഴവില്ല് കാണുന്നുണ്ട് ആകാശത്ത്. ഷി കുഡന്റ് സീ പെർഫെക്റ്റ്ലി ഓഫ് കോഴ്സ്, ബട്ട് ഷി വാസ് വെരി പ്ലീസ്ഡ് വിത്ത് ദ ഇംപ്രൂവ്മെൻറ്റ്. കറക്റ്റായിട്ടും കാണുന്നില്ല, എന്നാലും അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. മുന്നേ വളരെ കുറച്ച് കണ്ടിരുന്നത് ഇപ്പോൾ ഏറെക്കുറെ ക്ലിയർ ആയിട്ട് അവർക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മണി വാച്ച്ഡ് ഫോർ എ ടൈം ആൻഡ് ലിസൺ ടു ഹർ എക്സൈറ്റഡ് ചാറ്റർ. മണി കുറച്ച് നേരമൊക്കെ ഇങ്ങനെ അവരെ നോക്കുന്നുണ്ട്. എന്നിട്ട് അവരുടെ അവർ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അവരിങ്ങനെ ചാറ്റർ എന്ന് പറഞ്ഞാൽ സംസാരിക്കും, ഇപ്പോൾ വൃന്ദനെ പറയാമെന്ന് പറയില്ലേ, അങ്ങനെ ഗ്രാനി ഇങ്ങനെ കാണുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദെൻ ഹി സെഡ് ബിഗാൻ ടു നോഡ്. അപ്പം ഇങ്ങനെ ഇവങ്ങനെ തല ആട്ടുന്നുണ്ട്. നോഡ് എന്ന് പറഞ്ഞാൽ തല ആട്ടുക. ഇറ്റ് ഡ്രോപ്ഡ് അഗൈൻസ്റ്റ് ഗ്രാനി ഷോൾഡർ. എന്നിട്ട് അവൻ പതുക്കെ അവൻ്റെ തല ഗ്രാനിയുടെ ഷോൾഡറിലോട്ട് വെക്കുകയാണ്. ആൻഡ് റിമെയിൻഡ് ദർ. എന്നിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. കംഫർട്ടബിളി സപ്പോർട്ടഡ്. അവിടെ കറക്റ്റായിട്ട് സപ്പോർട്ട് ചെയ്ത് തോളത്ത് കിടക്കുകയാണ്. ദ ബസ് സ്വേർഡ് ആൻഡ് ജോൾട്ടഡ് അലോങ് ദ വൈൻഡിങ് മൗണ്ടെയിൻ റോഡ്. അപ്പോൾ ബസ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഇങ്ങനെ വഴി തിരിഞ്ഞ് പോവുക. സ്വേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വഴി തിരിഞ്ഞ് പോകാന്നാണ് കേട്ടോ.
അപ്പോൾ വഴി തിരിഞ്ഞ് അങ്ങനെ കുലുങ്ങി അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വളഞ്ഞു തിരിഞ്ഞ് പോകുന്ന മൗണ്ടെയിൻ റോഡിൽ കൂടെ അങ്ങനെ പാസ് ചെയ്യാണ്. ബട്ട് മണി വാസ് ഫാസ്റ്റ് അസ്ലീപ്. പക്ഷെ മണി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കഥയിൽ വരുന്നത്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്